ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക വികാര ദിവസമാണ്. വേറൊന്നുമല്ല, രാവിലെ നേരത്തെ എണീക്കുക, പള്ളിയിൽ പോവുക, കഞ്ഞി കിട്ടുക. പള്ളിയിൽ പോണത് കഞ്ഞി കിട്ടാൻ വേണ്ടിയിട്ടാണെന്നല്ല ഞാൻ പറയണത്. ഒരു രാവിലെ എണീറ്റ് നമ്മൾ നേരത്തെ എണീറ്റ് പള്ളിയിൽ പോകാൻ വേണ്ടി അതിനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കുളിച്ച് പള്ളിയിൽ പോയി അവിടെ നിന്ന് നേർച്ച കഞ്ഞിയൊക്കെ കിട്ടി. അതൊക്കെ എല്ലാവരുടെ ഒപ്പം ഇരുന്ന് കുറച്ച് നുണക്കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, നുണ പറയണമെന്നല്ല, കുറച്ച് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഞ്ഞി കുടിക്കുക എന്നുള്ള പ്രത്യേക രസമാണല്ലോ. അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞ് നമുക്ക് രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് വീട്ടിൽ അത്യാവശ്യം പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്ന് എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ എനിക്ക് പണി കിട്ടി. കാരണം അമ്മയുടെ വക ഉള്ളി അരിയാനും കാര്യങ്ങൾക്കൊക്കെ പണി ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ചെറിയൊരു കുടുംബ സംഗമം നടക്കുന്നുണ്ട്, കുടുംബ യൂണിറ്റ് എന്ന് പറയും. നമ്മുടെ യൂണിറ്റിലുള്ള എല്ലാ ആളുകളും ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ കൂടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കറി, നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, കഞ്ഞി വയ്ക്കുന്നുണ്ട്. കഞ്ഞി നമ്മുടെ പ്രത്യേക വികാരമാണ്. പള്ളിയിൽ നിന്ന് കഞ്ഞി കിട്ടിയാൽ പോലും 4 നേരം കഞ്ഞി കിട്ടിയാണെങ്കിലും അതിൽ സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു പരിപാടി നടന്നാൽ മതി, അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എല്ലായിടത്തുനിന്നും ആളുകളും ഒന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുറേ ഇടത്തൊന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല കേട്ടോ. പണ്ട് കാലത്തൊക്കെ ഈ എന്തെങ്കിലും കല്യാണ പരിപാടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാറ്ററിംഗുകാരും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിപാടി എടുത്താൽ ആളുകൾക്ക് കഷ്ടപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പരിപാടിയൊക്കെ നടത്താൻ വേണ്ടി പച്ചക്കറി കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാമ്പാർ, അവിയൽ, അങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ട്. അമ്മ നമുക്ക് ഇഞ്ചിക്കറി എന്താണ്ട് കറികളൊക്കെ ഉണ്ടാക്കി. എന്താ കറിയൊന്നും ഞാനിപ്പോഴും ഓർക്കണമെന്നില്ല, കാരണം ഞാൻ കുടിച്ചത് കഞ്ഞിയായിരുന്നു. അപ്പോൾ അവിയൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് പഴയ കഥകളും ഇവരൊക്കെ കൂടി ഇരിക്കുമ്പോഴാണ് പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത്. കാരണം പഴയ കാര്യങ്ങളും അവിടെ അത് ചെയ്തു, ഇവിടെ അത് ചെയ്തു, നമ്മൾ അങ്ങനെ സംഭവിച്ചു. അപ്പം കുറേ കഥകളും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമ്മളിപ്പോഴും എന്ത് ചെയ്യണം, നമ്മുടെ വലിയൊരു ഫോണുണ്ട്, ആ ഫോണിൽ നമ്മൾ കുത്തിയിരിക്കും. വേറെ ഒന്നിലേക്ക് നമ്മൾ ഇപ്പം നടക്കുന്ന കറൻറ്റ് സിറ്റുവേഷൻസും കുറേ നടന്നിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ തകൃതിയായിട്ട് കുക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർ വർത്താനം പറഞ്ഞാൽ ചേച്ചി അതിന് ഉപ്പുണ്ടോ, ചേച്ചി ഇതിന് മുളകുണ്ടോ, എടി വാടി ടേസ്റ്റ് നോക്ക്, അതൊക്കെ കാണാൻ പ്രത്യേക രസമാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ജോക്കുവിൻ്റെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിള്ളേരെല്ലാം എൻജോയ് ചെയ്യട്ടെ. നമ്മുടെ കസേരകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കി എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും വരിക, അവർ വന്ന് എല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ചിരിക്കുക, പ്രാർത്ഥിക്കുക. ഏത് ദൈവത്തിലാണോ, അത് നമ്മുടെ ഒരു കാര്യം മാത്രമല്ല, എന്തിലാണോ വിശ്വസിക്കുന്നത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, അതിലൊരു സംതൃപ്തി കണ്ടെത്തുക, ഒരുമിച്ചിരുന്ന് ഒരേ ഫുഡ് തന്നെ കഴിക്കുക. അതൊക്കെ ഒരു പ്രത്യേക രസമാണല്ലോ. അപ്പോൾ നമ്മൾ അവർക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. പാട്ട് കാര്യങ്ങളൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ആളുകളൊക്കെ വന്ന് ഒരുമിച്ചിരുന്ന് എല്ലാവരും ഒരേ കാര്യങ്ങളിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഉണ്ട്. നമ്മുടെ ജോക്കൂട്ടൻ്റെ പാട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് ആസ്വദിച്ച് എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലെയും നമ്മുടെ വീട്ടുകാരൊക്കെ അന്നേ ദിവസം നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചു. ഞാനും എല്ലാവരും തന്നെ കഞ്ഞിയാണ് കേട്ടോ കുടിച്ച. കഞ്ഞിയും പയറും അച്ചാറും നമ്മുടെ പ്രത്യേക വികാരമാണല്ലോ. നമ്മുടെ മാത്രം എന്ന് ഞാൻ പറയണില്ല കേട്ടോ, എല്ലാവരും പ്രത്യേക വികാരമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സും അതുപോലെ അവരുടെ വയറ് നിറയാന്നുള്ളതും നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. അവരുടെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ മുഖത്തൊരു പുഞ്ചിരി കാണാമെന്നുള്ളത് ഇപ്പോൾ ഏതൊരാളുടെയും, ഏത് വീട്ടിലാണോ പരിപാടി നടത്തണേ, ചെറിയ പരിപാടിയാണെങ്കിൽ അത് അവരുടെ ഒരു ഇതാണല്ലോ. അപ്പോൾ നമ്മുടെ ചോക്കൂട്ടിനൊക്കെ ഫുഡ് കഴിച്ചു. ഞങ്ങളുടെ അന്നത്തെ ദിവസം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാട്ടോ എൻഡ് ചെയ്തേ.